ശ്രീ പി വി അൻവർ, എവിടെ നിന്ന് കിട്ടി ഈ ആർജവം? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അത് മനുഷ്യനുണ്ടാവേണ്ട ആർജവല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. അത് സത്യം പല്ല് ചലിച്ചു. അത് ഞാനാ. ഓ, പറ്റിയാണല്ലോ ചലിച്ചത്. വൃത്തികെട്ടവൻ. സ്വാഭാവികമായിട്ട് ഒരു സഖാവിനുണ്ടാവേണ്ട ആർജവം, ഒരു പൊതുപ്രവർത്തനം ഉണ്ടാവേണ്ട ആർജവം, അത്രേ ഉള്ളൂ. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തുറന്ന് പറയാനുള്ള ആ ഒരു ശക്തി താങ്കൾ സംഭരിച്ചു. മാത്രമല്ല, ഇന്നലെ AK-47 നിന്ന് വെടിയുതിർക്കുന്നത് പോലെ ആയിരുന്നല്ലോ താങ്കളുടെ വെളിപ്പെടുത്തലുകൾ. ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്. ശ്രീ പി വി അൻവർ ഇപ്പോൾ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രതികരണം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണും. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. അതായത് പാർട്ടിയെയും സർക്കാരിനെയും നശിപ്പിക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ ലാഘവത്തോടെയാണ് പിണറായി വിജയൻ കാണുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ, ആക്ഷേപങ്ങളെ അത്രയും വില കുറച്ചാണ് കാണുന്നത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അല്ല, അത് കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേ. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. പൊതുവായ ഈ വിഷയങ്ങൾ ഇവിടെ തുടർന്നു പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിരോധത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇനി ഒരു 1.5 വർഷം കൂടി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം അതായിരിക്കുമെന്ന്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഞാനല്ല അതിന്റെ ഉത്തരവാദി. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. താങ്കൾക്ക് പിന്നിൽ മതതീവ്രവാദ ശക്തികളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അങ്ങനെയുള്ള ആക്ഷേപവും വരുന്നുണ്ട്. മതതീവ്രവാദ ശക്തികളുടെ പിടിയിലാണ് താങ്കൾ അകപ്പെട്ടിരിക്കുന്നത്, അവരാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്, താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവരാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആരാണ് ഉന്നയിച്ചത്? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? പൊതുവിൽ CPM-നകത്തുള്ള ഒരു ആക്ഷേപം, ഇപ്പൊ നമ്മളൊക്കെ രഹസ്യമായിട്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ. അല്ല, ആരാണ് ഉന്നയിച്ചത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? അല്ല, ആ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. രഹസ്യമായി പറയുന്നവർ പരസ്യമായിട്ടുള്ളൂ പറയും. രഹസ്യമായിട്ട് ഇപ്പൊ നമുക്ക് എന്തും പറയാലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആരാണ് പി വി അൻവറിന് പിന്നിൽ? ആരാണ് പി വി അൻവറിന് പിന്നിൽ? ആരാണ് പി വി അൻവറിന് പിന്നിൽ? അല്പം DDT കളിക്ക് 3 നേരം കൊടുത്താൽ മതി, പിന്നെ ഈ സാധനത്തിന് ശല്യം ഉണ്ടാവില്ല. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ ജനങ്ങൾ കൂടെ നന്നായി പോരാട്ടം മുന്നോട്ട് പോകും. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.